അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ മക്കയുടെ അതിർത്തിയിലേക്ക് ഞങ്ങൾ എത്താൻ പോവുകയാണ്. ഇവിടെ എത്തിയാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവിടെയുള്ള ഒരു വസ്തുവും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഹറമൻ ആമിനൻ എന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ ഹറമ് എല്ലാവരും അവിടെ ആമിനാണ്, സംരക്ഷകരാണ്. ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ആ ഒരു മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. അത് റോഡിൻ്റെ കുറച്ച് ദൂരത്തായിട്ട് നമുക്ക് റോഡിൻ്റെ നടുവിലൊരു പോലെ രണ്ട് ആർച്ച് വെച്ചത് കാണാം. അവിടെയാണ് ഹറമിൻ്റെ ബോർഡർ വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു അവൻ്റെ മലക്കുകളാൽ അതിർത്തി നിശ്ചയിച്ച ആ ഒരു ബോർഡറിലേക്ക് അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടു കൂടി കയറാൻ പോവുകയാണ്. പരിശുദ്ധമായ മക്കയുടെ ആ ഒരു അതിർത്തിയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ആ ഒരു ബോർഡർ റോഡിൻ്റെ മുകളിലുള്ള ആ ഒരു രൂപത്തിലുള്ള ആ ഒരു ആകൃതി, അതിൻ്റെ തൊട്ടിപ്പുറത്ത് വലത്തെ ഭാഗത്തും ഇടത്ത് ഭാഗത്തും ഒക്കെ കാണാം. ഒരു ചെറിയൊരു സ്തൂപം കാണാം. ഹറമിൻ്റെ ബോർഡറായി എഴുതി വെച്ചതായി കാണാം. അവിടെ നോക്കി നമുക്ക് അവിടെ എത്തുമ്പോൾ കറക്റ്റ് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു ഭൂമിയിലേക്ക് കണ്ടില്ല. ഇതിൻ്റെ വലത്തെ ഭാഗത്തെ 4 തൂണിലായിട്ട് ചെറിയ രീതിയിൽ എഴുതി വെച്ചത് അതാണ് ഹറമിൻ്റെ ബോർഡർ. അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ ഹറമിലേക്ക് പ്രവേശിച്ച് കഴിയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദുആ ചെയ്യാം. ഹറമിലേക്ക് പ്രവേശിച്ച ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ടത് അവിടേക്ക് പ്രവേശിച്ചതിനുള്ള പ്രത്യേകമായ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഹാദാ ഹറമുക വഅംനുക ഫഹർരിംനി അലന്നാർ വആമിന്നി മിൻ അദാബി യൗമ തബ്അസു ഇബാദക വജ്അൽനി മിൻ ഔലിയാഇക വഅഹ്ലി ത്വാഅതിക ووفقني للعمل بطاعتك وامنن علي بقضاء مناسكك وتب علي إنك أنت التواب الرحيم എന്ന ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലി. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ ഹറമിലേക്ക് പ്രവേശിച്ച അള്ളാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയാണിത്. ഇവിടെ വെച്ച് ആരും ഒരു അക്രമവും ചെയ്യാറില്ല. കാരണം ജാഹിലിയ കാലത്ത് പോലും അവർ സൂക്ഷ്മതയോടുകൂടി അത്രയധികം ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന മണ്ണായിരുന്നു ഇത്. അഥവാ അവർ ശത്രുക്കൾ തമ്മിൽ അവരുടെ മാതാപിതാക്കളെ വധിച്ചവരെ തന്നെ ആയാലും അവരെ ഹറമിൻ്റെ ഉള്ളിൽ വെച്ചാണ് പിടികൂടുന്നതെങ്കിൽ അവർ ഹറമിൻ്റെ പുറത്ത് വെച്ച് അവരെ വധിക്കുകയുള്ളൂ. ഹറമിൻ്റെ ഉള്ളിൽ വെച്ച് അവരൊന്നും ചെയ്യാറില്ലായിരുന്നു. അത്രയും പരിശുദ്ധമായ ഒരു മണ്ണാണിത്. ഇന്നും അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അള്ളാഹു ആ മണ്ണിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ആ മണ്ണിനെ ബഹുമാനിച്ചുകൊണ്ട് ആ മണ്ണിൽ കാലുകുത്താൻ എനിക്ക് അൽഹംദുലില്ലാ ഇപ്പോൾ തൗഫീക്ക് ലഭിച്ചു. ഇൻഷാ അല്ലാഹ് തുടർന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് പിരിയുന്നത് വരെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതാ കാണുന്നത് ഒരു മുസ്ഹഫിൻ്റെ രൂപമാണ്. അത് ഹറമിൻ്റെ ബോർഡറിലേക്ക് പ്രവേശിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി സൗദി ഗവൺമെൻറ് നിർമ്മിച്ച ഒരു മുസ്ഹഫിൻ്റെ വെൽക്കം ചെയ്തിട്ടുള്ളൊരു ബോർഡാണ്. ഒരു നിർമ്മിതിയാണിത്, വളരെ മനോഹരമായ. അഥവാ മക്കയിലേക്ക് പ്രവേശിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണിത്. ഒരു മുസ്ഹഫ് തുറന്നു വെച്ച മുസ്ഹഫിൻ്റെ സ്റ്റാൻഡ് പോലെയുള്ള ഒരു രൂപമാണ്. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ മക്കയുടെ ആ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇനി മക്കയിലെ ഓരോ വീടുകൾ കാണുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് ചെല്ലാൻ കൽപ്പിച്ചു തന്ന അത് ഇങ്ങനെയാണ്. അല്ലാഹുമ്മ ജല്ലി ബിഹാ ഖറാറൻ വർസുഖ്നി ഫീഹാ റിസ്ഖൻ ഹലാല എന്ന ആ ഒരു ദിക്ർ ചെല്ലണം മക്കയിലെ വീടുകൾ കാണുമ്പോൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സിൻ്റെ എല്ലാ വേദനയും മറക്കി വെക്കാൻ ലോകത്ത് നമുക്ക് മുസ്ലിമീങ്ങൾക്കൊരിടമുണ്ടല്ലോ. ആ ഒരു മണ്ണിലേക്കും ആ ഒരു ഹറമിലേക്കും ആ ഒരു ഹറമിൻ്റെ മുറ്റത്തുള്ള വിശുദ്ധമായ കഅബാലയത്തിൻ്റെ തിരുമുറ്റത്തേക്കാണ് ഈ യാത്ര കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തി എല്ലാവർക്കും വേണ്ടി ദുആക്ക് വസിയത്ത് ചെയ്തവർക്ക് മറ്റെല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ദുആ ചെയ്യും. അള്ളാഹു അതിന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കാതെ ഇവിടെ നിന്നും പരിപൂർണമായി ഉംറയും സിയാറത്തും മർദിയായ സിയാറത്തും എല്ലാം ചെയ്ത് തിരിച്ച് നാട്ടിലെത്താൻ നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.